ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റാണ് സ്ട്രെയിറ്റ് പാൻറ്റ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒന്നാണ് കേട്ടോ. ഇതിലും എളുപ്പമായിട്ട് തയ്ക്കാൻ പറ്റിയ വേറൊരു പാൻറ്റ് ഇല്ല കേട്ടോ. അറിയാത്തവരൊക്കെ ഇപ്പം തന്നെ കൂടിക്കോളൂ. ഞാനൊരു സിമ്പിൾ കാൽക്കുലേഷൻ പറഞ്ഞു തരാം, അത് ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഏത് സൈസിലുള്ള പാൻറ്റ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ടൈം മതി നമുക്ക് ഈ പാൻറ്റ് തയ്ച്ചെടുക്കാവുന്നതാണ്. ഒരൊറ്റ കട്ട് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പാൻറ്റ് റെഡി. ഒരു സ്മോൾ സൈസ് പാൻറ്റ്, അതായത് 32 ഇഞ്ച് അരവണ്ണം വരുന്ന ഒരു പാൻറ്റാണ് ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മീറ്റർ തുണിയാണ്. 43 ഇഞ്ച് വീതി വരും. സ്മോൾ സൈസ് പാൻറ്റ് ആയതുകൊണ്ടാണ് 1.5 മീറ്റർ തുണി നമുക്ക് മതിയാകുന്നത്. അതല്ല വണ്ണമുള്ളവരാണെങ്കിൽ ഇത് തികയാതെ വരും. ആദ്യം തന്നെ തുണി നമുക്ക് 4 ആക്കി മടക്കി കൊടുക്കാം. വിഡ്ത്ത് വൈസാണ് മടക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ സാരിയൊക്കെ മടക്കൂലേ, അതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ പാൻറ്റിന് ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇഞ്ച് മേൽഭാഗത്തുനിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ലൈൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്യണം. ഞാനിവിടെ 32 എടുത്തിരിക്കുന്നത്. ഈ 32നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 8 കിട്ടും. ആ 8ൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ 10 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇതാണ് സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ. ഇനി നമുക്ക് ക്രോച്ച് ഏരിയ കണ്ടുപിടിക്കാം. അതിനായി വേസ്റ്റ് റൗണ്ട് എടുത്തില്ലേ 32, അതിന് 4 ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ 8ഉം കൂടെ 3 ഇഞ്ചും കൂടിയാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുക 11 നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ 2 ഇഞ്ച് മേലെ ഭാഗം മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് താഴത്തേക്കാണ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ക്രോച്ച് ലെങ്ത്ത് 11 എടുത്തിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് കൂടിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുഴിക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അടുത്തതായി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ലെങ്ത്താണ്, ടോട്ടൽ ലെങ്ത്താണ്. ടോട്ടൽ ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് 37. അതും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് മേലെ 2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടില്ല എലാസ്റ്റിക് വെക്കാൻ, അവിടെ നിന്ന് താഴത്തേക്കാണ് നമ്മൾ 37 ഇഞ്ച് എടുക്കേണ്ടത്. 37ൻ്റെ കൂടെ മടക്കി തയ്ക്കാനായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പാൻറ്റിൻ്റെ അടി ലൂസ് വരുന്നത് 11 ഇഞ്ചാണ്. അതിനെ പകുതിയാക്കുമ്പോൾ 5.5യും കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ട് 7 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് ചെരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ്. ഞാനിവിടെ ഷേപ്പ് ഒന്നും ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാലോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയെ നിവർത്തി വെക്കുക. അപ്പോൾ ഈ ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ആദ്യം തന്നെ നമ്മൾ അടിക്കേണ്ടത് ക്രോച്ച് ഏരിയയാണ്. ക്രോച്ച് അടിക്കാനായിട്ട് നമ്മൾ തുണിയുടെ 2 നല്ല വശങ്ങളും ഒരുപോലെ ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം അടിക്കാൻ. രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കണം. അതുപോലെ 2 സൈഡിലും അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമുക്ക് നമ്മളെ പാൻറ്റിൻ്റെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കാലിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. അതിന് നമ്മൾ 2 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 ഇഞ്ച് മടക്കി അടിക്കുക. കുറച്ച് കട്ടി ഇനി വേണമെന്നുണ്ടെങ്കിൽ കാലിന് വെക്കുന്ന ക്യാൻവാസ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. നിർബന്ധമൊന്നുമില്ല, ഞാനിവിടെ വെക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ 2 സ്റ്റിച്ചും ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് കാലിൻ്റെ സൈഡ് അടിച്ചു കൊടുക്കാം. 2 സൈഡും അടിക്കുക. 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അതിനായി നമ്മൾ 2 ഇഞ്ച് ഇവിടെ വിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു 1/4 ഇഞ്ച് മടക്കി അടിച്ചു കൊടുക്കണം. ഇത് തേരുവശമാണ്, അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും അടിച്ചാൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. ശേഷം ഇലാസ്റ്റിക് വെച്ച് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് മടക്കി അടിക്കാൻ. ഒരു 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് അവിടെ നമ്മൾ വിട്ട് കൊടുത്തിട്ട് വേണം അടിക്കാനായിട്ട്. നമ്മൾ ഇലാസ്റ്റിക്കിനെ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. എലാസ്റ്റിക് നമ്മൾ എടുക്കേണ്ടത് നമ്മളുടെ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് 3-4 ഇഞ്ചോ മൈനസ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഒരു സൂചിപ്പിന്ന് വെച്ചിട്ട് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് എലാസ്റ്റിക്കിൻ്റെ 2 സൈഡുകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ച് അടിച്ചു കൊടുക്കാം. പിന്നെ എലാസ്റ്റിക് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ വിട്ടിട്ടുള്ള ഭാഗം അടിച്ചു കൊടുക്കാം. ഫൈനലി നമ്മളുടെ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. അത് 2 സൈഡിൽ നിന്നും വലിച്ചു പിടിച്ചിട്ട് വേണം, ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ ഇലാസ്റ്റിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും സ്ലിപ്പായി പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളൂ. ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈസി അല്ലേ പാൻറ് അടിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.